കൊച്ചി കോർപ്പറേഷൻ 21ാം ഡിവിഷനിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പള്ളുരുത്തി റോസ് ഗാർഡനിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. കൗമാരക്കാർ നേരിടുന്ന വെല്ലുവിളികളെ എങ്ങനെ മറികടക്കാം എന്ന വിഷയത്തിൽ നടത്തിയ ബോധവൽക്കരണ ക്ലാസും ശ്രദ്ധേയമായി. ലോകത്തിൻ്റെയും ശാസ്ത്ര സാങ്കേതിക മേഖലയുടെയും കുതിപ്പിനനുസരിച്ച് കേരളം മാറുന്ന കാലത്താണ് കോർപ്പറേഷൻ 21ാം ഡിവിഷൻ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. കേരള വിഷൻ ബ്രോഡ്ബാൻഡിൻ്റെയും യെല്ലോ ക്ലൗഡിൻ്റെയും സഹകരണത്തോടെയായിരുന്നു പ്രൗഢഗംഭീരമായ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. വിദ്യാഭ്യാസ പുരസ്കാര പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോൾ ആദ്യമൊക്കെ നമ്മളെ ആശങ്കപ്പെടുത്തിയിരുന്നതും സാമ്പത്തിക ഘടകം തന്നെയാണ്. എന്നാൽ ഓരോ തവണയും നമ്മൾ ഈ പരിപാടി പറയുമ്പോൾ അതിനോട് നല്ല രീതിയിൽ ഒരു മടിയും കൂടാതെ സഹകരിക്കുന്ന നല്ലവരായ സുമനസ്സുകൾ ഒട്ടേറെ പേരുണ്ട്. ഇത്തവണ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ പരിപാടി സംഘടിപ്പിക്കാൻ നമുക്ക് പ്രചോദനം നൽകിയത് ഒന്ന് കേരള വിഷന്റെ ബ്രോഡ്ബാൻഡ് കമ്പനിയും മറ്റൊന്ന് യെല്ലോ ക്ലൗഡുമാണ്. പരിപാടി ഉദ്ഘാടനം ചെയ്ത കൊച്ചി മേയർ എം അനിൽകുമാർ അനുഭവ പാഠങ്ങൾ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. ഡോക്ടറും എഞ്ചിനീയറും ആകുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഒരു വലിയ അഭിഭാഷകനാകുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് വിശ്വസിച്ചിരുന്ന സഹപാഠികളിലൊപ്പം പഠിച്ചൊരു കുട്ടിയാണ് ഞാനെന്നിട്ട് വിചാരിക്കുക. പക്ഷേ എനിക്ക് ജീവിതത്തിൽ പിന്നീട് തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, അന്ന് ഞാൻ ഏറ്റവും നല്ല വിദ്യാർത്ഥിയാണെന്ന് വിചാരിച്ച പലരും എന്നെപ്പോലൊരു 3-4 വട്ടന്മാർ ഒഴിച്ച് ബാക്കി എല്ലാവരും എഞ്ചിനീയറോ ഡോക്ടറോ ആയി. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ സ്കൂളിലെ കുട്ടികളിൽ ഞാൻ ആകെ ഇത്രയും കൊല്ലക്കാലത്തിനിടയിൽ കേൾക്കുന്ന ഒരേ ഒരു പേരുകാരൻ പുറത്ത് ആദരണീയനായ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനാണ്. മാറ്റത്തിന്റെ കാലത്ത് സമൂഹത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ പലതരത്തിൽ സ്വാധീനിക്കുകയും പരുവപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചു. സമൂഹത്തോടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത്തരം പരിപാടികളിൽ കേരള വിഷൻ പങ്കാളിയാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള വിഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഒരു കോർപ്പറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയ മൂലധന കമ്പനികളുടെ ഒരു സ്ഥാപനമല്ല. ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ തൊഴിൽ സംരംഭകരായ ആളുകളുടെ കൂട്ടായ്മയാണ്. അവർക്ക് സൊസൈറ്റിയോട് വലിയ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കേരള വിഷന് വളരാൻ സാധിച്ചിട്ടുള്ളത് ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ്, അതിൻ്റെ ജനപക്ഷത്ത് നിൽക്കുന്നത് കൊണ്ടാണ്, അതിന് നിരക്ക് കുറച്ച് നൽകാൻ കഴിയുന്നത് കൊണ്ടാണ്, അവരുടെ അഭിരുചികൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത്തരം ഇൻപുട്ടുകൾ ഉണ്ടാക്കുന്നതോടൊപ്പമാണ് ഇതുപോലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും ഇതുപോലുള്ള ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്കുമൊക്കെ കേരള വിഷന് ഇടപെടാൻ കഴിയുന്നത്. കൗമാരക്കാർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള ബോധവൽക്കരണം യെല്ലോ ക്ലൗഡിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു. ഇവിടെ പ്രതിഭകളായിട്ട് നമ്മുടെ 10th +2 ഡിഗ്രി നല്ല മാർക്കിലും വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനദാനവും അവരെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ യെല്ലോ ക്ലൗഡ് ഒത്തിരി സന്തോഷിക്കുന്നു. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച നിരവധി പ്രഗത്ഭരുടെ സംഗമം കൂടിയായി പ്രതിഭാസായാഹ്നം. അച്ഛൻ എന്ന് പറയും, അച്ഛൻ കാലം കൂടെ എടുക്കാതെയാണ് പോയേക്കണത് എന്ന് മകള് പറയുമ്പോൾ പഴയൊരു കാലം കൂടെയുണ്ട്, ആ കാലം കൂടെ എടുക്കാതെയായിരിക്കും അച്ഛൻ പോയേക്കണം എന്നായിരിക്കും മകൾ പറയണത്. ഉടനെ അമ്മ എന്നെ കൗണ്ടർ പറയുകയാണ്, എന്നാൽ നാറ് നനഞ്ഞേ വരികയുള്ളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വാക്കുകളൊന്ന് അകത്തി പറഞ്ഞു നോക്കിയേ. അച്ഛൻ കാലൻ കുട എടുക്കാതെയാണ് പോയേക്കണത്. വാക്കുകൾ പോയ പോക്ക് കണ്ട മലയാളത്തിൽ വേറൊരു തട്ടിലും തലത്തിലുമാണ്. അതിരുകാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ ദഗദഗദാ തുടുത്തേ ദഗദഗദാ അതിരുകാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ ദഗദഗദാ തുടുത്തേ ദഗദഗദാ. മാറുന്ന കാലത്തെ സാഹചര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനൊപ്പം സാഹചര്യ സമ്മർദ്ദങ്ങളെ മറികടന്ന് വിജയം നേടിയവർക്ക് ആദരമർപ്പിച്ചപ്പോൾ മുൻ വർഷങ്ങളിലേതുപോലെ പ്രതിഭാസായാഹ്നം ഇത്തവണയും വ്യത്യസ്തമായി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.